ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെ ജിയോ കാപ്പനാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മൾ എല്ലാ മതവിശ്വാസങ്ങളിലും പലതരം നോമ്പുകളാണ്. ശബരിമല സീസൺ കഴിഞ്ഞു, പിന്നെ ക്രിസ്ത്യാനികളുടെ പേത്തർത്ത കഴിഞ്ഞു, ഇനി മുസ്ലിം മതവിശ്വാസികളുടെ നോമ്പ് വരികയാണ്. ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിലും നിങ്ങളൊരു ആത്മീയത ക്ലാസ് കൊടുക്കുന്ന ഒരാളെന്ന നിലയിലും എന്താണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഒരു വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. കാരണം ഇപ്പൊ പറഞ്ഞ പോലെ ഓരോ മതങ്ങളുടെ ഭാഗത്തു നിന്നും ഓരോ സംസ്കാരങ്ങളിലും ഓരോ രീതിയിലുള്ള ഇതുപോലെയുള്ള നോമ്പുകൾ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അതൊരു ഡയറ്റ് എന്നും കൂടെ നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശബരിമല സീസണിൽ വരുന്ന സമയത്ത് അതിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മത്സ്യമാംസാദികളും അല്ലെങ്കിൽ മറ്റു ചില റെസ്ട്രിക്ഷൻസും ഒക്കെ ഫോളോ ചെയ്ത് അത് കഴിക്കാതെ അവർ വ്രതം എടുത്തിട്ട് അവർ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതിൽ നമുക്കൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഓർമ്മയുണ്ടാവും, ഒരു ദിവസം അതാ കറുപ്പ് മുണ്ടും തോർത്തൊക്കെ ഇട്ട് വളരെ ഡീസൻ്റ് ആയിട്ട് കുറിയൊക്കെ തൊട്ട് മാലയൊക്കെ ഇട്ട് വന്നിരിക്കുന്നു. നമ്മൾ അതിന് മുന്നേ കണ്ട ഒരു വ്യക്തിയേ അല്ല. അയാളുടെ മനുഷ്യന്റെ പല ചാബല്യങ്ങളിൽ നിന്നും ഒരു നിയന്ത്രണം അവരവിടെ പ്രാപിക്കുകയാണ്. അപ്പോൾ ആ വ്രതത്തിന് ശേഷം അവർ ദർശനത്തിലേക്ക് പോകാം. ഇനി ക്രിസ്ത്യാനികളുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഈ പറഞ്ഞ പേത്രത്ത പോലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അവിടെ പ്രധാനമായിട്ടുള്ളത് ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിനെ വർജിക്കുക എന്നാണ്. സാധാരണ എല്ലാവരും ഇറച്ചി മീൻ എന്നാണ് പറയല്, പക്ഷെ ശരിക്കും ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതി നമുക്ക് വർജിക്കാൻ പറ്റുന്നുണ്ടോ, അല്ലേ? അപ്പൊ രണ്ട് സ്ഥലത്തും ഒരു സമാനതയുണ്ട്. ഇനി ഇസ്ലാമിലേക്ക് വരുമ്പോൾ അത് കുറച്ചും കൂടെ സ്ട്രോങ് ആണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ സാധാരണ ഇതിലൊക്കെ ഇഷ്ടപ്പെട്ടതിനെ വർജിച്ചാൽ മതി, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന അവസ്ഥയില്ല. പക്ഷെ ഇത് പകൽ സമയത്ത് ഒരു നിശ്ചിത സമയം തൊട്ടൊരു നിശ്ചിത സമയം വരെ ഭക്ഷണം തന്നെ റെസ്ട്രിക്റ്റഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥ. അപ്പൊ ഞാൻ ചില സുഹൃത്തുക്കളെയൊക്കെ എൻ്റെ കൂടെ പഠിക്കുന്ന ആൾക്കാരെയൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ ഉമിനീര് പോലും ഇറക്കാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു വിശ്വാസമാണ്. അപ്പോൾ എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സയന്റിഫിക്കലി ഈ ഡയറ്റുകളൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, ഗുണങ്ങളും ദോഷങ്ങളും തുലനം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഡയറ്റ് പണ്ട് കാലം തൊട്ട് അനുവർത്തിച്ചു പോരുന്ന ഈ കാര്യങ്ങൾക്ക് എനിക്ക് തോന്നുന്നു സയന്റിഫിക്കലി ഒരു പക്ഷേ ഗുണങ്ങളായിരിക്കും, ദോഷങ്ങളെക്കാൾ കൂടുതൽ ഗുണങ്ങൾ തന്നെയായിരിക്കും എന്തായാലും ഉണ്ടാകുക ശാരീരികമായിട്ട് നോക്കുമ്പോൾ കേട്ടോ, ഭൗതികമായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിൽ. പിന്നെ ഞാൻ ഈ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് സംസാരിക്കാന്നുള്ളത് ഇപ്പോൾ ജംഷീർ പറഞ്ഞു. അപ്പോൾ എൻ്റെ ചാനലിലൂടെ അത് കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു മതത്തിനെ പ്രൊമോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എല്ലാത്തിനെയും ഇകഴ്ത്തുകയോ ചെയ്യുന്നില്ല. എല്ലാത്തിനും നല്ല എലമെന്റ്സ് എടുത്ത് അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഒരു സ്പിരിച്വൽ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ നമുക്ക് ഈ സയൻസും ശരീരവും ഒക്കെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുമ്പോൾ പ്രധാനമായിട്ടും ആത്മീയ തലങ്ങളും അതിൻ്റെ കൂടെ മാനസികമായുള്ള തലങ്ങളും കൂടെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പ്രധാനമായിട്ടും വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഒരു നിരീക്ഷണത്തിൽ, ഞാൻ സയന്റിഫിക് ആയിട്ടുള്ള കാര്യമല്ല പറയുന്നത്, വ്യക്തിപരമായിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ അത് സയന്റിഫിക്കലിയും ശരിയായേക്കാം. അതായത് ആത്മനിയന്ത്രണമാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് അതിന്മേൽ നിയന്ത്രണം കിട്ടിയ ഒരുത്തനെ ലോകം ഭയക്കും. കാരണം എൻ്റെ ഏത് ശരീരാവയവം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നതെന്ന് എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ നാവ് എങ്ങനെ പ്രവർത്തിക്കണം, അല്ലേ? എൻ്റെ നാവിന് നമുക്ക് പല സമയത്തും വരുന്നൊരു പ്രശ്നമാണ് നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പല കുഴികളിലും പോയി ചാടാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പം എന്തെങ്കിലും അഡിക്ഷൻ സ്വഭാവങ്ങളുള്ള ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ മദ്യത്തിനോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്കും അഡിക്ഷൻ സ്വഭാവം, അവർക്ക് അതിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. ഇനി അതല്ല മറ്റു സ്വഭാവ ദൂഷ്യങ്ങൾ, അല്ലേ, വഴിവിട്ട ജീവിതങ്ങളോ അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാർക്ക് അത് നിയന്ത്രിക്കാനായിട്ട് പറ്റാതെ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റിയാൽ. അപ്പോൾ ആത്മനിയന്ത്രണം എന്ന് പറയുന്ന കാര്യം നമുക്ക് ശാരീരികമായിട്ട് നമുക്ക് ഇത്രയും വേണ്ട ഒരു സംഗതിയെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിൽ ഒരുത്തൻ വിജയിച്ചാൽ തീർച്ചയായിട്ടും അവൻ്റെ മെന്റൽ എൻഡൂറൻസ് കൂടും എന്നുള്ളതാണ്, അവൻ്റെ ആത്മനിയന്ത്രണം വർദ്ധിക്കും എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ടും ആത്മനിയന്ത്രണം വർദ്ധിക്കുന്നുള്ളതാണ്. ആത്മനിയന്ത്രണം സ്വന്തം മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഞാനാണ് എൻ്റെ ജീവിതത്തിന്റെ രാജാവ്, അല്ലേ? എൻ്റെ പല ആഗ്രഹങ്ങളും എനിക്ക് നേടാനായിട്ട് സാധിക്കും, പല പ്രലോഭനങ്ങളെ എനിക്ക് മറികടക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സ്പിരിച്വൽ ലെവലിലും എനിക്ക് അവിടെ ഗ്രോത്ത് ഉണ്ടാകുകയാണ്, സൈക്കോളജിക്കൽ ലെവലിൽ മാത്രമല്ല. അപ്പോൾ ആത്മീയമായിട്ട് നമ്മൾ ശക്തി പ്രാപിക്കുകയാണ്. നമ്മുടെ ശരീരത്തിനും ഈ പറയുന്ന നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ പല ശുദ്ധീകരണ പ്രക്രിയകൾ നടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കിടക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും ടോക്സിൻസ് ഒക്കെ ഡീറ്റോക്സിഫൈ ആയിട്ട് പോകാനുള്ള സാധ്യത വളരെ അധികമാണ്. അപ്പോൾ ആ സമയത്ത് അതിലൂടെ അങ്ങനെ നമ്മൾ ശരീരത്തിനെയും കൂടെ നിയന്ത്രിക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, ശാരീരികമായിട്ടുള്ള അതിൻ്റെ ആ ഒരു എന്താ പറയുക പല പ്രലോഭനങ്ങളെയും, ജഡത്തിന്റെ മോഹങ്ങൾ, അല്ലേ? ജഡമാണ് നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ, ജഡമാണ്. ശരീരത്തിന്റെ സ്വഭാവം നമ്മുടെ ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ടാ പോകുന്നത്. നമ്മുടെ ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നത് ശവക്കല്ലറയിലേക്കാണ്, അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ
നമ്മുടെ കുഴിയിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഭസ്മമാകാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളെ അതിൽ നിന്ന് ആ ജഡത്തിന്റെ മോഹങ്ങളെ നമ്മൾ മറികടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ ജഡത്തിനപ്പുറത്തേക്കുള്ള ഒരവസ്ഥ ഉണ്ടോ, അതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണമൊക്കെ അവിടെ ആരംഭിക്കുകയാണ്. ചിലപ്പോൾ ഒരാൾ വലിയ വിശ്വാസം ഇല്ലാതെയായിരിക്കും, എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് ഞാനും നോമ്പ് ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ടാവും. പക്ഷെ അവർ പോലും ഒന്ന് ചിന്തിച്ചു പോവുകയാണ് ഇതിനപ്പുറത്തേക്ക് എന്താണ് ഇതിന്റെ ഒരു ഘടകം. ഇപ്പൊ ഗൗതമ സിദ്ധാർത്ഥ ബുദ്ധന്റെ ഒക്കെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ബോധിവൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇത്ര ദിവസം ഇരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് ജ്ഞാനോദയം ഉണ്ടാകുന്നത്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഭക്ഷണം റെസ്ട്രിക്ട് ചെയ്തു, ജ്ഞാനോദയം ഉണ്ടാകുകയാണ്. അപ്പൊ ശരീരത്തിൽ ഇങ്ങനെയുള്ള ഒരു ജ്ഞാനോദയത്തിലേക്കൊക്കെ വഴിവെക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ് ഇത്. അച്ചടക്കം, മനുഷ്യന് അച്ചടക്കം ഉണ്ടാകുന്നതിലും അതുപോലെ തന്നെ മനുഷ്യന്റെ കൂട്ടായിട്ടുള്ള പരിശ്രമങ്ങളെ കൂടുതൽ പവർഫുൾ ആയിട്ട് ഒരുമയോടുകൂടി മനുഷ്യനെ നിർത്താനായിട്ട് സഹായിക്കുന്നതിലും ഒക്കെ ഇത്തരത്തിലുള്ള ഡയറ്റുകൾ നമുക്ക് സഹായകമാകുന്നുള്ളതാണ്. ഞാൻ ബ്ലൈൻഡായിട്ട് ഇതിനെല്ലാം അംഗീകരിച്ച് പറയല്ല, ബട്ട് സ്പിരിച്വൽ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഇതാണ്, ആത്മനിയന്ത്രണമാണ്. മനസ്സിന്റെ നമുക്ക് നമ്മളെ തന്നെ ജയിക്കാൻ ഉള്ളൊരു അവസരം, ഒരു പ്രാക്ടീസാണത്. ഒരു തവണ നോമ്പ് നോറ്റു എന്ന് കരുതി നമ്മളെ സ്വഭാവം അടുത്ത കൊല്ലം ചിലപ്പോൾ അതേപോലെ തന്നെ ആയിരിക്കും, ചിലപ്പോൾ ഉണ്ടാകും, ചിലപ്പോൾ അതിലും മോശമായിരിക്കും. പക്ഷേ ജീവിതത്തിൽ ഓരോ സമയത്തും ഈ അവസരം വരുമ്പോൾ നമുക്ക് അതിനെ കൂടുതൽ നമ്മളെ തന്നെ അറിയാനും ഇൻട്രോസ്പെക്ട് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഇത് കിട്ടുകയാണ്. നമ്മളെ ബോഡീനെ ശ്രദ്ധിക്കാനുള്ള അവസരം കിട്ടുകയാണ്, നമ്മുടെ മൈൻഡിനെ ശ്രദ്ധിക്കാനുള്ളൊരു അവസരം കിട്ടുകയാണ്. അങ്ങനെ നമുക്ക് ആത്മീയമായിട്ട് വളരാൻ സാധിക്കുകയാണ്. ഓക്കെ സാർ, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.